ഹായ് ഡിയേഴ്സ്, ദിസ് ഈസ് സിംപ്ലി മൈ പാഷൻ. അപ്പോൾ ഇന്ന് നമുക്ക് മുട്ട കുരുമുളക് ഇട്ട് വരട്ടിയത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണിത്. ആദ്യം തന്നെ ഒരു പാനിലോട്ടേക്ക് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി അതൊന്ന് ചൂടാട്ടെ. അതൊന്ന് എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഫ്രൈ പാനിൽ മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്കൊന്ന് മുട്ട ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 5 മുട്ട ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അത് പകുതിയാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു സൈഡ് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതൊന്ന് ജസ്റ്റ് ഫ്രൈ ആക്കി എടുക്കാനാണ്, ഒരു കളർ ചേഞ്ച് ഒക്കെ വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു മുട്ട കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റാണ്. ആ മുട്ടയിൽ ഉപ്പും അതുപോലെ ആ കുരുമുളകിൻ്റെ ആ ടേസ്റ്റൊക്കെ നന്നായിട്ട് പിടിക്കും. അപ്പോൾ ഇത് ഒരു സൈഡ് കുറച്ച് ആയിക്കഴിഞ്ഞാൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. നല്ലോണം ഫ്രൈ പൊരിഞ്ഞ് ഇതാവാൻ നിൽക്കരുത്. ജസ്റ്റ് ഒരു കളർ ചേഞ്ച് ആവുന്നത് വരെ ആക്കിയെടുക്കുക. എന്നിട്ട് അതെടുക്കുക. ഇനി ആ സെയിം പാനിൽ തന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒന്നും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അതൊന്ന് പൊരിഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 2 മീഡിയം സൈസുള്ള ഉള്ളി മുറിച്ചെടുത്തതാണ്. ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് തന്നെ അരിയുക. കാരണം ഇതിൽ അധികം ഉള്ളി കടിക്കാൻ പാടില്ല കേട്ടോ. അതുകൊണ്ട് അത് നന്നായി ഉള്ളി വഴഞ്ഞ് വരാൻ വേണ്ടി നല്ല ഫൈനായിട്ട് തന്നെ അരിഞ്ഞു കൊടുക്കുക. ഉള്ളി പെട്ടെന്ന് വഴഞ്ഞ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഉള്ളി നല്ലൊരു ബ്രൗൺ കളറായി തുടങ്ങണം. നന്നായിട്ട് വഴഞ്ഞ് ഒരു ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് പെരിഞ്ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂണ് ഗരം മസാല, 1 ടീസ്പൂണ് കുരുമുളക് പൊടി. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക. പൊടികളുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ജസ്റ്റ് സോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക, മുളക് പൊടി കൂടരുത് കേട്ടോ. കാരണം നമ്മൾ ഓൾറെഡി കുരുമുളക്, പച്ചമുളക് ഇതിൻ്റെയൊക്കെ എരിവ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുളക് പൊടി കൂടരുത്. 1/2 ടീസ്പൂൺ മതിയാവും. ഇനി അതിലേക്ക് 2 മീഡിയം സൈസുള്ള തക്കാളി ഒന്ന് പേസ്റ്റ് ആക്കി എടുത്തതാണ്. മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തതാണ്. അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ആ തക്കാളിയുടെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. ഏകദേശം ഒരു 5 മിനിറ്റ് കൊണ്ട് അതൊന്ന് ഇങ്ങനെ വറ്റി തുടങ്ങും. ഇനി അതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 5 മിനിറ്റ് വരെ അത് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഈ ടൈം ജസ്റ്റ് ഒന്ന് ഉപ്പ് നോക്കുക. എന്നിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ ലാസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. ആ കറിവേപ്പിലയും കുരുമുളകും ഫൈനലായിട്ട് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കറിക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ലാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് കുരുമുളക് പൊടി തന്നെയാണ് ഇതിൽ ചേർക്കുന്നത്. കുരുമുളകിൻ്റെ ടേസ്റ്റ് തന്നെയാണ് വരേണ്ടത്. നമ്മൾ കുരുമുളകിട്ട് വരട്ടിയതാണ് കറി. അതുകൊണ്ട് തന്നെയാണ് ആദ്യം പറഞ്ഞത് മുളക് പൊടി അധികം ചേർക്കരുത് എന്നുള്ളത്. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കുക. ഇനി ആ മുട്ട അതിൽ കിടന്നിട്ട് ഒരു 5 മിനിറ്റ് വരെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് മറിച്ചിട്ട് കൊടുക്കുക. ഇനി ആ സൈഡും ഒരു 2 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ ഗ്രേവിയുടെ ആ ഒരു ടേസ്റ്റോ ഫ്ലേവേഴ്സൊക്കെ ആ മുട്ടയിലും കൂടി ഒന്ന് പിടിക്കാനാണ്. ആ ഗ്രേവിയൊക്കെ ഒന്ന് അതിൻ്റെ മേലെ ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ ഗ്രേവി ആയിട്ട് അങ്ങനെ ഉണ്ടാവില്ല. കാരണം ഇത് റോസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നല്ല തിക്ക് ഇതായിട്ടാണ് ഉണ്ടാവുക. ആ മുട്ടയോട് കൂട്ടിയിട്ട് കഴിക്കലാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റോസ്റ്റാണിത്, പെപ്പർ റോസ്റ്റ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം സിംപ്ലി മൈ പാഷൻ.